അവിടെ ആയിരുന്ന സമയത്ത് എന്നെ വിളിക്കും, അമ്മ എന്നെ എടുക്കുമെന്ന് ചോദിക്കും. ഞാൻ പറയാം ഞാനിവിടെയുണ്ട്. അമ്മയുടെ വീഡിയോകൾ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം പിന്നെ ഫോണിൽ കൂടെ ഉണ്ടല്ലോ. എന്നാ വീഡിയോ ആണെന്ന് ചോദിച്ചപ്പോൾ സെക്സ് വീഡിയോ. ആദ്യം ഇവൻ അച്ചാച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ചാച്ച അമ്മ ഒരു ചീത്ത സ്ത്രീയാട്ടോ, അവരുടെ സെക്സ് വീഡിയോ അല്ല എൻ്റെ കൂട്ടുകാരുടെ, അമ്മ ചീത്ത സ്ത്രീയാണെന്നും പറഞ്ഞു. എനിക്ക് ആ സ്ത്രീയെ കാണുക പോലും വേണ്ട. അനിയൻ അന്നേരം ചൂടായി. അച്ചാച്ചനും പറഞ്ഞു, നീ എന്നാടെ ഇങ്ങനത്തെ വർത്താനം പറയുന്നതെന്ന് ചോദിച്ചു. പിന്നീട് ഇവനെ അങ്ങ് ധരിപ്പിച്ച് വെച്ചേക്കുവാണ്, അവൻ എൻ്റെ സെക്സ് വീഡിയോ അല്ല ഇവരുടെ കയ്യിലുണ്ട്, ഓഡിയോ. അതിൽ നിതിൻ്റെ കയ്യിൽ വീഡിയോയും സുബിൻ്റെ കയ്യിൽ ഓഡിയോയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും എനിക്കത് കിട്ടണം. ഞാൻ ഈ പുറത്തിറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ ഒരു സെക്സ് വർക്കറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഈ ജോലി ചെയ്യുന്ന അരിക്കുഴ ജില്ലാ കൃഷി ഫാമിലാണ്. എനിക്ക് ഈ വെയിൽ കൊണ്ട് അങ്ങനെ ഒരു ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടി മാത്രം ചോദിക്കും. ഞാനൊരു അസുഖം വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഒന്നും ഒരുത്തരും ഉപദ്രവിക്കരുതാ, ആരായാലും. ശരിയാണോ? അന്ന് മുതൽ ഞങ്ങൾക്ക് ജീവിക്കണമെന്നേ ഇല്ല. സത്യം പറഞ്ഞ പോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മിനിഞ്ഞാന്നും എൻ്റെ കൂടെയുള്ള എൻ്റെ സാറ് ഇതേപ്പറ്റി സംസാരിച്ചപ്പം എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും ആയില്ല. എനിക്ക് സാറ് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാലം വരും ചേച്ചി കരയണ്ടെന്ന് പറഞ്ഞു. എന്തേലും പ്രതീക്ഷയോടുകൂടി എത്രയോ പേരോട് കടം മേടിച്ച് ഈ കുഞ്ഞിനെ വിട്ടേന്നറിയാമോ? ചേട്ടൻ സുഖമില്ല. ഈ അവസരത്തിൽ എൻ്റെ ഇളയ മോന് ആക്സിഡൻറ്റ് വെച്ച് 2 കാലും ഇവിടെ ഇന്ന് കാലം എൻ്റെ 2 കാലിനും ഫ്രാക്ചറായത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടി ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ ചെയ്തു? ഇനി അവർക്ക് ഞങ്ങളെ നശിപ്പിക്കാനാണെങ്കിൽ അവർ ഞങ്ങളെ വന്ന് നശിപ്പിച്ചോട്ടെ, ഞങ്ങളെ കൊന്നു കളഞ്ഞോട്ടെ. ഞങ്ങൾക്ക് അതിലൊരു പരാതിയില്ല. ഞങ്ങൾ ഇവരോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് വരെ ഈ 3 വീട്ടുകാർ ഞങ്ങൾക്ക് ഈ സംഭവം നടക്കുന്ന അന്ന് വരെ ഞങ്ങൾ വളരെ ലോകത്തിൽ പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. ഈ പിള്ളേർ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതൊന്ന് തെളിയിച്ച് തരണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കാര്യത്തിന് ഈ സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറയുന്നത് അതെനിക്ക് കിട്ടണം. പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെഫിൻ്റെ അടുത്താണ്. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ജെഫിനെ ഞങ്ങൾ കാണാനായിട്ട് വന്നത്. കാരണം ജെഫിനെ കാണാൻ വന്നപ്പോൾ നല്ലൊരു മിടുക്കം പയ്യനായിട്ട് അവനെ കാണണേ എന്നാണ് ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ്. ജെഫിൻ്റെ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. കാനഡയിൽ ഏറെ പ്രതീക്ഷയോടുകൂടി പഠിക്കാനായിട്ട് പോയി. അവിടെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അവിടെ ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയായിട്ട് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് കൂട്ടുകാർ വിളിച്ച പ്രകാരമാണ് ഈ ജെഫിന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ജെഫിനെ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജെഫിനോട് ആ പഴയ കാല ചരിത്രങ്ങളും ഇപ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ച് ഡീറ്റെയിൽഡ് എന്ന് അറിയാം. ജെഫിനെ നമസ്കാരമുണ്ട്. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ജെഫിൻ എന്നായിരുന്നു കാനഡയ്ക്ക് പോയത്? ഞാൻ 2022 ഡിസംബറിലാണ് പോയത് ലാസ്റ്റ്. പോകാനായിട്ട് എന്താ പ്രചോദനം ഉണ്ടായേ? പ്രചോദനം എനിക്ക് അവിടെ പോയി പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ വലിയൊരു ഡ്രീമായിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ പുറത്തേക്ക് പോയതായിരുന്നു. ജെഫിൻ എന്തൊരു പഠിച്ചായിരുന്നു നാട്ടിൽ നിന്ന്? ഞാൻ +2 കഴിഞ്ഞ ബിടെക് ആയിരുന്നു. ബിടെക് എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകണത്. അത് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് പോകാൻ സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പോവുമായിരുന്നു അങ്ങോട്ട്. ജെഫിൻ എന്നാ ഇങ്ങനെ പോകാനൊരു തീരുമാനത്തിലേക്ക് എത്താനും കാരണം? പോകാൻ എനിക്ക് പുറത്ത് പോയി പഠിക്കണം എന്ന് എല്ലാ പിള്ളേരെ പോലെ ഇങ്ങനെ കണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് പേരിൽ ഞാൻ കുറേ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഒക്കെ പഠിച്ചാണ് ഞാൻ അങ്ങോട്ട് പോയത്. കഷ്ടപ്പാട് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്? വൈകുന്നേരം ഓൺലൈൻ ഡെലിവറിക്ക് പോവും, പകലിരുന്ന് പഠിക്കും. പകൽ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ് അതല്ലാണ്ട് ഓവറായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ജോലിക്കൊക്കെ പോയി പരീക്ഷയ്ക്കൊക്കെയുള്ള ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജോലിക്കൊക്കെ പോയി എല്ലാം കൊണ്ട് ചെയ്തായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പോകാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ കടം എടുക്കേണ്ട വന്നായിരുന്നോ? കടമുണ്ട്. അമ്മ കടമൊക്കെ എടുത്താണ് നമ്മൾ വിട്ടത്. ഏറെ പ്രതീക്ഷയോടെയാണ് വിട്ടത്. +2-നും അതുപോലെ SLC-ക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു? അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. യൂറോപ്യൻ കൺട്രി പഠിക്കാൻ പോയി നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് പോയെന്ന് പറയാം. വേറെ ഡ്രീം ആയിരുന്നു. ഈ 10ാം ക്ലാസ്സിലൊക്കെ +2-നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കടന്നു പോകണം തന്നെയായിരുന്നു മനസ്സിന്റെ ആഗ്രഹം. അന്ന് സ്വപ്നത്തിലുള്ള ഒരു കാര്യമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചല്ലേ? കൂട്ടുകാർ അവിടെ എത്തിപ്പെട്ടിട്ടും മോന് പോകാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. മോൻ്റെ എത്ര കൂട്ടുകാർ അങ്ങോട്ട് പോയായിരുന്നു നേരത്തെ തന്നെ? അങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ഒരു 5-6 പേര് പോയായിരുന്നു. അതിൽ ഉൾപ്പെടുന്നവരായിരുന്നു ഇവരും. അതായത് അവിടെ ചെന്നപ്പോൾ അവരൊക്കെ വിളിക്കാറുണ്ടായിരുന്നോ? മോനെ വിളിക്കാറുണ്ടായിരുന്നോ? അവരെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. അവിടെ അവരെ ആദ്യം ഞാൻ നന്നായിട്ടൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറിയത്. അവരവിടെ അത് കഴിഞ്ഞാണ് ഇവർ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരെ ശരിക്കുമുള്ള സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാവണത്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല, സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ആൾക്കാർ. നേരിട്ട് നമ്മൾ പരിചയപ്പെട്ട് അവർ കുറച്ച് ആൾ വന്നു കഴിയുമ്പോഴല്ലേ അവരുടെ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെ കൂട്ടുകാരാണെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചതി പറ്റുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മോന് ചതിയാന്ന് എപ്പോഴാണ് തോന്നിയത്? അത് ചെന്ന് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞപ്പോൾ തോന്നിയത്? അല്ല, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ മയക്കുമരുന്നും അങ്ങനെയുള്ള യൂസേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മദ്യപിക്കുമൊന്നുമില്ല, ഞാനൊരു ജിമ്മിലൊക്കെ പോകുന്ന ആളായിരുന്നു. സിഗരറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. ഫിസിക്കലി ഞാൻ ഭയങ്കര ഇതായിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ വേറൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചാളായും അവരുടെ ഇതിലേക്ക് ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പോൾ അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങി, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പുതിയ തലമുറയിൽ ഒത്തിരി കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് SLC ഒക്കെ അല്ലെങ്കിൽ +2 ഒക്കെ കഴിയുമ്പോഴത്തേനും ഹയർ എഡ്യൂക്കേഷനായിട്ട് പിന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ അവർ സ്വപ്നം കാണുന്ന, മോൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള തലമുറയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നു പോകണമെന്ന്. അപ്പോൾ മോന് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജായിട്ട് ഞങ്ങൾ ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതാണ് മോനെ കാണാനായിട്ട് വന്നത്. മോൻ ഈ നടന്ന സംഭവങ്ങളെ കുറിച്ചൊന്ന് ഈ തലമുറയിലെ പിള്ളേരോട് ഇന്ന് ഓപ്പണായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? പിള്ളേരോട് നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കാണണക്കല്ല ലോകം. അപ്പോൾ അതിനനുസരിച്ച് നോക്കി കണ്ട് ജീവിക്കുക, ജോലിയൊക്കെ ചെയ്യാൻ പോകും. ആണെങ്കിലും നമ്മുടെ രാജ്യം പോലെ അത്ര സേഫായിട്ട് അല്ല മറ്റുള്ള. നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ഉണ്ടാവും. പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ എല്ലായിടത്തും സൂക്ഷിച്ചും കണ്ടും ഒക്കെ പെരുമാറുക, അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാനഡയിൽ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ അവിടെ ഒരു വർഷം അടുത്ത്. ഒരു വർഷക്കാലം ഉണ്ടായിരുന്നു. ഒരു വർഷം അടുത്ത് ചെന്നപ്പോഴൊക്കെ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് എത്ര കൂട്ടുകാർ അങ്ങോട്ട് പോയായിരുന്നു? കുറേ അത് അറിയാണ്ട് കുറേ കൂട്ടുകാർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കൂടെ പഠിച്ചൊരു 50-60% ആൾക്കാർ പുറത്തായിട്ടുണ്ട്. ഇവരൊക്കെ ഈ മോൻ പോകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ മോനുള്ള സമയത്ത് അവിടുന്ന് വിളിക്കാറുണ്ടായിരുന്നോ? വിശേഷമൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്? ഞാൻ ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്, കൂട്ടുകാർക്കൊക്കെ ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു. അപ്പം കടന്നു പോരാൻ പറയുമായിരുന്നു ഇവര്? അപ്പം അന്ന് ഇവന്മാർ കടന്നു പോരാനൊക്കെ പറയുമായിരുന്നു നമ്മളോട്. പറയുമായിരുന്നു. അങ്ങോട്ട് പോയതിന് എത്ര രൂപ മുടക്കായി? ഇവിടുന്ന് അങ്ങോട്ട് പോയതിന് 20 ലക്ഷത്തിനൊക്കെ മുകളിൽ വർക്കായി പൈസ. ഓട്ടോ ഡ്രൈവർ അല്ലേ? ഓട്ടോ ഡ്രൈവറാണ്. സ്ഥലവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും തീരെ കുറവാണ്. ലോൺ എടുത്തിട്ട് വല്ലതാണോ പോയത്? ലോൺ എടുത്തിട്ട് പോയത്. 2-3 ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് പറഞ്ഞു വിട്ടത്. അതെ അതെ അതെ, മോനും അതുപോലെ തന്നെ പ്രതീക്ഷയായിരുന്നു. ഞാനൊന്ന് ജോലിയൊക്കെ ചെയ്തൊന്ന് റെഡിയായി എല്ലാം ചെയ്ത് വരുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ നന്നായി തന്നെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോൻ തനിച്ചായിരുന്നോ പോയത്? ഞാൻ തനിച്ചാണ് പോയത്. വേറെ അങ്ങോട്ടേക്ക് വേറെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് എങ്ങനെയാ കൂട്ടുകാരെ അടുത്ത് എങ്ങനെ എത്തിപ്പെട്ട് അവര് വണ്ടി വല്ലതും വിട്ടോ? അവര് അവിടെ വന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സ്വീകരിക്കാനൊക്കെ ആയിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? അന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ 2 പേര് ആയിരുന്നു ഫോൺ എടുത്തത്. അപ്പോൾ അതിൽ ഒരാളെ നമ്മൾ അവിടെ വന്ന് പിക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതൊക്കെ ആയിരുന്നു. എവിടെ പോയ പ്ലെയിൻ ഇറങ്ങിയേ? ഞാൻ പ്ലെയിൻ ഇറങ്ങിയത് ഹാലിഫാക്സിൽ. അവിടുന്ന് എന്തേലും ദൂരം ഉണ്ടായിരുന്നു ഈ താമസ സ്ഥലത്തേക്ക്? താമസ സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 400 കിലോമീറ്റർ. നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ആദ്യം ഞാൻ ചെന്ന സ്ഥലത്ത് ഹാലിഫാക്സിൽ സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അവിടെ ഞാൻ ചെന്നപ്പോൾ പുതിയ ആൾക്കാരായിരുന്നു, പുതിയ കൂട്ടുകാരായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്ന. അവരെല്ലാം പുതുതായിട്ട് വന്ന് അവരെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരെല്ലാം നല്ല കമ്പനിയായിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. നാട്ടുകാരായിട്ടുള്ള അവരുടെ അടുത്ത് ചെന്നപ്പോഴാണ് പോയത്. അത് ഞാൻ എനിക്ക് 4 മാസം പഠിത്തം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ സമ്മർ ബ്രേക്ക് ആയിരുന്നു, സെം ബ്രേക്ക് ആയിരുന്നു. അപ്പം 4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോയത്. അവർ ഹാലിഫാക്സിൽ. അവർ പോരാൻ പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചോ അങ്ങോട്ട്? ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ അവർ വിളിച്ചായിരുന്നു. അപ്പോൾ ചേട്ടാ എനിക്ക് ഇതുപോലെ അങ്ങോട്ട് വരാൻ, അപ്പോൾ ഒരു അക്കോമഡേഷനും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തരുമെന്ന് അവരോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ പോരെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പോരെ നമുക്കെല്ലാം ഇവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് പോയത്. അവരുടെ അടുത്ത് പോയപ്പോൾ അവർക്ക് ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വേണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് വിളിച്ചത്. അങ്ങനെ അവിടെ ലൈസൻസ് ഒക്കെ എടുത്തായിരുന്നോ? ലൈസൻസ് തന്നെ എനിക്കവിടെ
ലേണേഴ്സ് ആയിരുന്നു. ലൈസൻസിൻ്റെ ടെസ്റ്റ് എടുക്കാൻ കുറച്ച് നാളും കൂടെ താമസം ഉണ്ടായിരുന്നു. എൻ്റെ ഡേറ്റ് 1 മാസം 2 മാസം കണ്ട് കഴിഞ്ഞുള്ളായിരുന്നു. അവിടെയൊക്കെ വണ്ടി ഓടിച്ച് തുടങ്ങിയായിരുന്നോ മോനെ? വണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ കണക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി പ്രാക്ടീസൊക്കെ ചെയ്യുന്നു. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കാനറിയാം. എന്നാലും അവിടുത്തെ നിയമങ്ങളൊക്കെ വ്യത്യാസമായതുകൊണ്ട് ഓടിച്ച് പഠിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു. വണ്ടി ഹൈവേയിലൊക്കെ ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ ഏകദേശം സെറ്റായി വന്നായിരുന്നു. ഈ 4 മാസം മോനെ ഈ കോഴ്സ് പഠിച്ചു. അതിനുശേഷം കൂട്ടുകാർ ക്ഷണിച്ചു. ഈ കോഴ്സ് പഠിച്ച സമയത്ത് എവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്? കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സിഡ്നിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസമൊക്കെ സുഖമായിരുന്നു. അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അക്കോമഡേഷൻ സെറ്റായിരുന്നു. അവിടെ ജോലി മാത്രം കിട്ടാന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഹാലിഫാക്സിലേക്ക് മൂവ് ചെയ്തത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് ചെന്നപ്പോഴാണ് നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്ന് കഴിഞ്ഞ് ഇവരുടെ അടുത്ത് ആദ്യം 1-2 ഇവർ കഞ്ചാവും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യാൻ ആൾക്കാരാണ്. അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. വീക്കെൻഡിലൊക്കെ വലിക്കുന്നതിന്റെ ഒരു കുത്തലും മണമൊക്കെ ഉണ്ടല്ലോ. മണമുണ്ട്. അത് സാധാരണ മണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ. ഞാൻ ഭക്ഷണം മുറി വെച്ചാണ് കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ടിരുന്നത്. അവര് മുറിയിൽ ഒരു ഹാളുണ്ട്. ആ ഹാളിലിരുന്ന് എല്ലാവരും കൂടെ പാർട്ടി കണക്ക് വെച്ചിട്ടൊക്കെ ആയിരുന്നു അവരങ്ങനെ ചെയ്തുകൊണ്ട്. എത്ര പേരുണ്ടായിരുന്നു? അവര് മൊത്തം അവരുടെ കൂട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിലുള്ള ആൾക്കാർ മാത്രമാണ് അവന്മാർ ഇത് ചെയ്തത്. എത്ര പേരുണ്ട് അവരൊരു 5-8 പേരുണ്ട്. ഈ തൊടുപുഴ താലൂക്കിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഇവിടെ നാട്ടിൽ നിന്ന് പോയതാണ്? എനിക്ക് വേറെ ജില്ലയിലോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരുണ്ടായിരുന്നോ? വേറെ ജില്ലയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഏതൊക്കെ ജില്ലയിലുള്ള ആൾക്കാരുണ്ടായിരുന്നേ? കോഴിക്കോട് എന്നുള്ള ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് നിന്നുള്ളൊരു 2 പേര് കോഴിക്കോട് നിന്നാണ്. ഒത്തിരി പേരെ എനിക്ക് പരിചയമില്ല. അവിടെ ചെന്നിട്ട് പിന്നെ പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പരിചയത്തിലുള്ള പുതിയ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നു. മോന് ഈ അവിടെ ചെന്ന് ഇപ്പൊ താമസിക്കാൻ ഈ കൂട്ടുകാർ ക്ഷണിച്ചിട്ട് പോയല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോ എത്ര പേരുമായിട്ടാണ് മോൻ കമ്പനി ആയത്? ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിക്കും, വർത്താനം പറയും, കൂട്ടുകൂടുകയൊക്കെ ചെയ്യും. പിന്നെ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഇവരെ കൂടി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ മയക്കുമരുന്ന് കഞ്ചാവ് കടിക്കണോണ്ട് ഇവരെ കൂട്ടാൻ ശ്രമിച്ചു. അപ്പോൾ കൂട്ടത്തിൽ കൂട്ടാൻ ഞാൻ ശ്രമിച്ചു. അവരെനിക്ക് ഇങ്ങനെ നീ ഇങ്ങനെ കഴിക്കുന്നുണ്ടോ ഇങ്ങനെ കൊണ്ട വയ്ക്കും. നമ്മൾ മദ്യമല്ല കഞ്ചാവ് അടിക്കാൻ നീ ജോലിക്ക് ഞാൻ അവരോട് ഒരുമിച്ച് ജോലിക്ക് ചെയ്യണേ. അപ്പോൾ നീ ഇവിടെ നിന്ന് വേണേ ഇവരോട് കമ്പനി കൂടിക്കോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെ പോകാൻ നോക്കും. അപ്പോൾ ആ സമയത്ത് കയറി വലിക്കാനും പിടിക്കാനൊക്കെ അവരെങ്ങനെ ഓരോ രീതിയിൽ പറയും നമ്മളെ അടുത്ത് ഇങ്ങനെ ചെയ്തോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷണിക്കും നമ്മളെ. അപ്പോൾ ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടായിരുന്നത്. പഠിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ ഇവരിങ്ങനെ പിടിക്കാനാന്ന് പറഞ്ഞില്ലേ? പിടിക്കാന്ന് ശരീരത്തിൽ മോൻ്റെ പിടിക്കാനായിട്ടാണോ അല്ലെ അവരുടെ ശരീരത്തിൽ പിടിക്കാനായിട്ട് അങ്ങനെ വല്ലതും ആണോ? അവർ ഭക്ഷണത്തിലൊക്കെ ഇങ്ങനെ കലക്കിയൊക്കെ വെക്കും. അല്ല ശാരീരികമായിട്ട് എന്തെങ്കിലും സ്പർശനങ്ങളോ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തൊട്ടിട്ട് നമ്മുടെ വാർഡ് സ്പോട്ടിൽ അവർ അങ്ങനെ വല്ല ശല്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു? അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ശല്യമല്ല. ഇവര് വുമൻസിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അതവിടെ ലീഗലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ കൾച്ചറല്ല അവിടെ ഒരു വിദേശത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ പോലെയല്ല. അപ്പോൾ സ്ത്രീകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പാർട്ടിയൊക്കെ നടക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മമാരുടെ ഒന്നും ഒരു നോക്കാനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ മാക്സിമം തോന്നിവാസമൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അങ്ങനെയൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് വൈകുന്നേരം പാർട്ടിയിലൊക്കെ വരുമ്പോൾ വുമൻസിനൊക്കെ വരും. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവന്മാർ എൻ്റെ അടുത്ത് കൊണ്ട് റൂമിൽ ഇരുത്തിയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോവും. എന്നോട് സംസാരിച്ചോളാൻ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് അടുത്തൊക്കെ ഇരുത്തിയിട്ട് പോകും. അപ്പം നമ്മളത് പേടിച്ചിട്ടാണെങ്കിൽ നമ്മളതിൽ പെടാണ്ടിരിക്കാൻ വേണ്ടി നമ്മളതിൽ നിന്ന് ഒഴിവായി പോവുക. എത്ര വയസ്സുള്ള ലേഡിയാണ് വന്നിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു പ്രായത്തിലൊക്കെ ഉള്ള എന്നെക്കാളും ഇച്ചിരി പ്രായം കാണും. മലയാളിയാണോ? മലയാളി തന്നെയാണ്. മലയാളി സ്ത്രീ തന്നെയാണ്. മലയാളി സ്ത്രീ തന്നെ. ഇവര് ജോലിക്ക് തന്നെയാണോ അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ ബിസിനസ് അല്ല. ഇവര് അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാ ഇങ്ങനെ പാർട്ടിയിലൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ സ്വഭാവം അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മദ്യപിക്കുന്നുണ്ട് അവര്? മദ്യപിക്കുകയൊക്കെ ചെയ്യും. മദ്യപിക്കുന്ന
സിഗരറ്റ് വലിക്കുക ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മദ്യപിക്കുകയൊക്കെ ചെയ്യും. സാധാരണ ഇങ്ങനെ രാത്രിയിൽ പാർട്ടിയിലൊക്കെ വരുമ്പോൾ മദ്യപാനോ സിഗരറ്റ് വലി കഞ്ചാവടിയൊക്കെ ഉള്ളതാണ്. മോൻ്റെ അടുത്ത് ഈ സ്ത്രീനെ കൊണ്ട് ഇരുത്തി, എന്നിട്ട് ഇവർ കഥ അടച്ചിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആഘോഷിച്ചോളം പറഞ്ഞുകൊണ്ട്. അങ്ങനെ. അപ്പം മോൻ എന്താ ഫീലിംഗ് ഉണ്ടായി ആ സമയത്ത്? അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇപ്പോൾ ഒരു റൂമിലിരിക്കുന്നു, ഞാൻ പറഞ്ഞു ആ പുള്ളിക്കാരത്തി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്ന്, എന്നിട്ട് ഞാൻ പതുക്കെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോയത്. അന്നേരം ഈ സ്ത്രീ വല്ലതും പറഞ്ഞോ? ഇല്ല, പിന്നെ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ പതുക്കെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോയത്. അടുത്ത് വന്ന് ഇരുന്നു. അത്ര അൺയൂഷ്വലായിട്ട് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ ഇറങ്ങി പോയത്. കണ്ടപ്പോൾ തന്നെ മോന് തോന്നിയത് നല്ലൊരു സ്ത്രീ അല്ലാന്ന് എനിക്ക് തോന്നി. അതിനുശേഷം പിന്നെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായ മോനെ? എനിക്ക് മെയിനായിട്ട് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. മെൻ്റലി എന്നെ ഒത്തിരി മെൻ്റലി എന്നെ ഇവർ ഉപദ്രവിച്ചു. ഇങ്ങനെ അമ്മയുടെ വീഡിയോ ഉണ്ട്, അമ്മ വീഡിയോ കോൾ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്ത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് തന്നെ ഇവർ ഒത്തിരി തളർത്താനും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിച്ചു. അമ്മേനെ മോശക്കാരിയായിട്ട് മോൻ്റെ മുമ്പിൽ ചിത്രീകരിച്ചിട്ട് അമ്മ വീഡിയോ കോൾ അവരെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോനോട് കിംബദന്തി ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. എന്താ സംഭവിക്കണേന്ന് എനിക്ക് ഇവരിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാരെ വിശ്വസിച്ചാണല്ലോ നമ്മളവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇവന്മാരിങ്ങനെ പിന്നീന്ന് കുത്തുന്ന സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ മനസ്സിലായത്. ഒത്തിരി തന്നെ മെൻ്റലി ഒക്കെ അവന്മാർ ഒത്തിരി തന്നെ ഇത് ചെയ്തു. അവിടെ കുറേ ഞാനിങ്ങനെ കൊച്ചു വല്ല ഡ്രിങ്ക്സോ വല്ല ഇവര് വല്ല ഏതെങ്കിലും പാനീയത്തിൽ അങ്ങനെ വല്ലതും കലക്കി തന്നിട്ട് മോനെ വല്ല പൂസായ പോലെ അങ്ങനെ വല്ല ഫീലിംഗ് വല്ല അങ്ങനെ ഒരു തവണ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ എന്നോട് ഇവർ ഭക്ഷണത്തിലൊക്കെ ഇത് ചെയ്ത് വെക്കും. അപ്പം ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ ഒരു ദിവസം ഫുള്ള് ഛർദ്ദിക്കലായിരുന്നു എനിക്ക് ഫുഡ് എടുത്ത് കഴിച്ചപ്പോൾ. അപ്പോൾ അമ്മമാർ പറഞ്ഞു, എടാ അത് വൈകുന്നേരം വന്നപ്പോൾ പറഞ്ഞു ഭക്ഷണം ഞങ്ങളെടുത്ത് കഴിക്കുന്ന ഭക്ഷണം അവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, എടാ നീ അത് എടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നീ നോക്കിയും കണ്ടൊക്കെ എടുത്ത് കഴിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് അവരിങ്ങനെ ഭക്ഷണത്തിലൊക്കെ കലക്കിയൊക്കെ കുടിക്കണേ പാനീയത്തിൽ. അപ്പം നമ്മൾ അറിയാണ്ടത് എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഛർദി ഇതൊക്കെ അനുഭവപ്പെട്ടു. അത് അങ്ങനെ ഒരു തവണ ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ വലിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മേളിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര പുകയാണ്. താഴെ പോയിരുന്ന ഇവർ മേളിലൊന്നും ഇരിക്കത്തില്ല, റൂമിലേക്ക് ഒരു പുക വന്നിട്ട് ഞാൻ ഡോർ അടച്ച് മേളത്തെ ജനല അടച്ചിട്ടാണ് അവിടെ ഇരിക്കണേ. എനിക്ക് പഠിക്കാനുള്ള സമയമായതുകൊണ്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവരിങ്ങനെ ഈ രാവിലെ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഇവന്മാർ സിഗരറ്റ് വലിയും കഞ്ചാവടിയൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ മണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മേളിൽ പോയിരുന്നു വാതിലും അടച്ച് കുറ്റിയിട്ടിരിക്കും. ഇവർ കല്യാണം കഴിച്ചവരാണോ അല്ലെങ്കിൽ കല്യാണം ഇപ്പോൾ ഈ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ച ഇപ്പോൾ അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചവരാ. ജോലിയുള്ള പെണ്ണുങ്ങളെ PR കിട്ടാനായിട്ടാണോ അങ്ങനെ കല്യാണം കഴിച്ചത്? അങ്ങനെ വല്ലതും അറിയാവോ? PR കിട്ടാൻ അവരെ അവിടെ സ്നേഹിച്ച് എല്ലാ പെൺപിള്ളേരുടെ അടുത്തും ഇങ്ങനെ പല പെൺപിള്ളേരുടെ അടുത്തും ഇങ്ങനെയൊക്കെയാണ് പെരുമാറാൻ. അങ്ങനെ സ്നേഹിച്ചവരവിടെ നിന്ന് കിട്ടുകയത്. അങ്ങോട്ട് സ്ത്രീകളെ ഇവർ കൂട്ടിക്കൊണ്ട് വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര സ്ത്രീകളെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കമ്പനി തരാനായിട്ടാണ് ഇങ്ങനെ വന്നേ? അത് ഇവിടെ പാർട്ടിയൊക്കെ എപ്പോഴും നടത്തണമൊക്കെ. അപ്പം ഇങ്ങനെ കൊണ്ടുവരാറൊക്കെ ഉണ്ട് അവർ. അത് വെച്ച് കാശൊക്കെ ഉള്ള ടീംസാണ്. അപ്പോൾ അവരിങ്ങനെ പാർട്ടിയിലൊക്കെ കൊണ്ടുവരാറൊക്കെ ഉണ്ട്. ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുന്ന കുട്ടികളും ഇല്ലേ കൂടെ? അങ്ങനെയുള്ളവരുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പെട്ടു. അത് എനിക്ക് വേറെ പെട്ടെന്ന് നിൽക്കാനൊരു അവസ്ഥയില്ലാണ്ടായി. ഇവരുടെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നു. ഞാനൊരു 4 മാസത്തോളം. 4 മാസം എന്ന് പറയുന്ന ഒരു അഗ്നിപരീക്ഷണം പോലെയായിരുന്നു. എനിക്ക് വേറെ പെട്ടെന്ന് നമുക്ക് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാ മോനെ അവിടെ നിന്ന് ഒരു വിടുതലുണ്ടായെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. തിരിച്ച് സിഡ്നിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
അവിടെ എന്നെ അവിടെ ഇനി നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീണ്ടും അമൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ അടുത്തേക്ക് പോയത്. അമൽ ഇവന്മാരുടെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അത് ഇവിടെ തന്നെ ഉള്ള ആളാണ്, ഇവരുമായിട്ട് കമ്പനിയുള്ള. അപ്പോൾ ഇവന്മാർ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെയാ, അപ്പം അവനെ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അപ്പം നീ കൈകാര്യം ചെയ്തേക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവന്മാർ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത്. അവന്മാരെല്ലാം ഒരു സർക്കിളായിട്ടൊരു ഒറ്റ ഇതായിട്ട് നിൽക്കണവന്മാരാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ കുറേ ഉപദ്രവിച്ചു അവർ. അവിടെ വെച്ച് തന്നെ സിഡ്നിയിൽ അവിടെ വെച്ച് അവർ, ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എന്നെ മദ്യവും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് വന്നിട്ട് എന്നെ ചവിട്ടി എഴുന്നേൽപ്പിച്ചു. ഞാൻ ഞാൻ കട്ടിലേ കിടക്കുമായിരുന്നു, എന്നെ ചവിട്ടി എഴുന്നേൽപ്പിച്ചു. എന്നെ ചങ്കിൻ്റെ വയറ്റിൻ്റെ ഒക്കെ അവന്മാർ ചവിട്ടി. അവർ 3-4 പേര് ഒരുമിച്ച് കയറി വന്നു. ഏത് സമയത്തായിരുന്നു? അവര് 3-5 പേര് ഒരുമിച്ച് കയറി വന്നിട്ട് ഞാൻ മേളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ എനിക്കിട്ട് രാത്രിയിൽ എന്നെ ഉപദ്രവിച്ചു. എന്നിട്ട് താഴെ പോയി കിടക്കാനൊക്കെ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്നെ ഫിസിക്കലി ഇത് ചെയ്തു. ഞാൻ പേടിച്ചിട്ട് ഞാനൊന്നും മിണ്ടാണ്ട് അവിടെ തന്നെ കിടക്കുകയത്. എന്നെ അപ്പം ഞാൻ പ്രതികരിക്കാൻ നിന്നില്ല, കാരണം അവന്മാരുടെ എല്ലാ കൂട്ടുകാരും കൂടെ കയറി വന്ന്. അപ്പോൾ അങ്ങനെ എന്നെ ഉപദ്രവിച്ചു. അങ്ങനെ ഒക്കെ എന്നെ ഉപദ്രവിച്ചു. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഉപദ്രവിച്ച ഈ അമ്മയുടെ പേരൊക്കെ പറഞ്ഞാണ് എന്നെ ഉപദ്രവിച്ചത്. അപ്പോൾ എന്നെ മെൻ്റലി എന്നെ ഒത്തിരി ഹേർട്ട് ചെയ്തു. മെൻ്റലി എന്നെ ഹേർട്ട് ചെയ്യാനുമാർ ഒത്തിരി കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് ശത്രുക്കളായിട്ട് അണിനിരുന്ന എത്ര പേരുണ്ട്? അവര് 5 പേരുണ്ട്. 5 പേര്. അവിടെ നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ട്രോമയിലേക്ക് പോകാൻ തന്നെ കാരണം. എന്നെ ഒത്തിരി ഇവന്മാർ മെൻ്റലിയും ഒത്തിരി ഭയങ്കരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്തു, ഒത്തിരി എന്നെ ബുദ്ധിമുട്ടിച്ചു. ആദ്യം ചെന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവന്മാർക്ക് പിന്നെ ഇഷ്ടക്കേട് വന്നപ്പോൾ ഇവരുടെ കൂട്ടത്തിലേക്ക് കൂടണല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്മാർ എന്നെ ഒത്തിരി മെൻ്റലി എന്നെ ഒത്തിരി ഉപദ്രവിച്ചു. ഈ ഉപദ്രവിച്ചന്മാരുടെ പേരെന്ന് പറയാമോ? ഒന്ന് സുബിന, അമല, നിതിന് ഒക്കെ. ഈ നാട്ടുകാർ തന്നെയാണോ? തൊടുപുഴ നിവാസികളാണോ? അതെ, തൊടുപുഴ നിവാസികൾ തന്നെയാണ്. അതിനുശേഷം മോൻ എപ്പോഴാണ് അവിടുന്ന് പോരാനായിട്ട്, എങ്ങനെ പോരാൻ പറ്റി അവിടുന്ന്? ഈ ചാത്താൻ്റെ ഈ ചെറുത്താന്മാരെ പിടിയിൽ നിന്ന് എങ്ങനെയാണ് പോരാനായിട്ട് ഇടവന്നേ? ഞാൻ അവിടുന്ന് പോരാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മ എനിക്ക് ഇവിടെ ഒട്ടും പറ്റണില്ല, എനിക്ക് നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ ഉമ്മനെ നിർത്തിയേക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ തിരിച്ചു പോരെന്ന് പറഞ്ഞു. എൻ്റെ ഇവന്മാരി കഞ്ചാവ് ഇതൊക്കെ വലിച്ച് ഇതിൻ്റെ പുകയൊക്കെ അടിച്ച് എനിക്ക് എൻ്റെ ബ്രെയിനിന് തന്നെ ഒരു ഇതായിരുന്നു. ഈ മെൻ്റലി എന്നെ ഒത്തിരി ടോർച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് ഒരു 1-2 തവണ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം അവിടെ വെച്ച് ഞാൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു, ഹാലിഫാക്സിൽ വെച്ച്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ കണ്ട്, ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് ചെന്നിട്ടുണ്ട്. അത് ഇവന്മാരെ ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവന്മാർ ചോറിൻ്റെ അകത്ത് ഭക്ഷണത്തിൻ്റെ അകത്തൊക്കെ കലക്കി തന്നു എൻ്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ അത് ഇവന്മാർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ സ്വഭാവം ശരിയല്ല അവന്മാരെ. പോലെയുള്ള എന്തെങ്കിലും ഇഞ്ചക്ഷൻ അങ്ങനെ വല്ലതും കയ്യിൽ അങ്ങനെ ഒരു പൊടിയൊക്കെ ഉപയോഗിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസുലിൻ പോലെയുള്ള വല്ലതും എടുക്കുന്നുണ്ടോ? ഇൻസുലിൻ പോലെ എടുക്കണേ കണ്ടിട്ടില്ല. കഞ്ചാവ് ഉണ്ട്, മയക്കുമരുന്ന് കണക്കുള്ള പൊടി യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഫുഡിൻ്റെ അകത്തെ രീതിയിൽ എൻ്റെ അകത്ത് നിന്നുണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം ഡോക്ടർ പറഞ്ഞത് കോലഞ്ചേരിയിൽ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ് പറഞ്ഞത് ഉള്ളിൽ ചെന്നിട്ടുണ്ടാവൻ്റെ. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെന്നതല്ല, ഇവരത് മനഃപൂർവ്വം ഇതിൻ്റെ അകത്ത് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ചെയ്തത്. ഓക്കെ. മോൻ അവിടെ ഇങ്ങോട്ട് പോരാനുള്ള പ്ലെയിൻ ടിക്കറ്റിനുള്ള പൈസയൊക്കെ ഉണ്ടായിരുന്നു, കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു? അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ബ്രെയിൻ ഫുൾ ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഹോസ്പിറ്റലൈസ് ചെയ്യുകയത്. അതിൻ്റെ ബോധമൊക്കെ പോയിരുന്നു. ഇവർ ഇതൊക്കെ മയക്കുമരുന്ന് കഞ്ചാവൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ അടിച്ച് ശ്വസിക്കേണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കത് ഏക്കില്ല. അപ്പോൾ അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ ബോധമൊക്കെ അവിടെ വെച്ച് നഷ്ടപ്പെട്ടായിരുന്നു.
എന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി നല്ലവരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മലയാളി അസോസിയേഷനിലും അവിടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം എന്നെ സഹായിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവരോട് എനിക്ക് നന്ദിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇല്ലായിരുന്നു ഞാൻ അവിടെ പെട്ടുപോയേനെ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഈ പയ്യനെ ഈ നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ച നല്ലവരായ മലയാളികൾക്ക് നന്ദി തന്നെ പറയുന്നു. നിങ്ങളുടെ ഈ മോനോട് കാണിച്ച സ്നേഹം എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമായിട്ട് തന്നെ ഭവിക്കട്ടെ. അത് കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ നാട്ടിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലൈസ് അവന്മാരെന്നെ മെൻ്റലി ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബ്രെയിൻ തന്നെ ഔട്ടായി. ക്യാഷൊക്കെ തന്ന് എനിക്ക് ചെലവിനുള്ള പൈസ ഒക്കെ തന്ന് ഒരു പ്ലെയിൻ കയറ്റി വിട്ടത്. ചെലവിനല്ല, അവരെനിക്ക് ട്രെയിൻ ടിക്കറ്റ്, വിമാനത്തിൻ്റെ ടിക്കറ്റ് എനിക്ക് എടുത്തു തന്നു. അപ്പം എനിക്ക് പൈസ അടിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ചികിത്സയുടെ ഒക്കെ ഒത്തിരി ആവശ്യം വരുന്നതുകൊണ്ട് അവരെ പൈസ തന്ന് സഹായിക്കുകയൊക്കെ ചെയ്തു. അവരൊക്കെ അറിയാവുന്ന മുഖങ്ങളൊക്കെ. എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോയത്? എല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. അപ്പോൾ തന്നെ എനിക്ക് ഒരു ബോധം കുറവുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ ഇതും കൂടെ വന്ന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ അമ്മയോട് ചോദിച്ചോട്ടെ. ചോദിച്ചു. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഒന്ന് അമ്മ അച്ഛനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചിന്തിക്കണതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തലയിൽ കിടന്നിങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫിസിക്കലി എനിക്ക് ഭയങ്കര വീക്കായിപ്പോയി. ഞാൻ ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ശ്വാസം മുട്ടായിരുന്നു. നടന്നു കഴിയുമ്പോൾ തന്നെ ശ്വാസം മുട്ടായിരുന്നു. ഞാൻ ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. നല്ല ഫിസിക്കുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അസുഖം ഇവരിങ്ങനെ ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെൻ്റലി ഞാൻ ഈ അൺസ്റ്റേബിളായി പോയി കഴിഞ്ഞിട്ട് വന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. വണ്ണമൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആയത്. ഈ മോൻ അവിടുന്ന് പ്ലെയിൻ കയറി പോരാൻ നേരത്ത് വിളിച്ചിട്ട് പറഞ്ഞിരുന്നോ? ചേച്ചിയോട് പറഞ്ഞിരുന്നോ? ഇവന് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഒരു സെപ്റ്റംബർ 7-ാം തീയതി ഞങ്ങളോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്നെ ഇവരെല്ലാവരും കൂടെ ചതിച്ചു അമ്മ, ഞാൻ പോകുക, 2023 സെപ്റ്റംബർ 7-ാം തീയതി അമ്മ ഇവരെല്ലാവരും കൂടെ എന്നെ ചതിച്ചു അമ്മ, ഇവരെന്നെ പെടുത്തി അമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പേടിച്ചു പോയി, ഇത് എന്നാന്ന് ഓർത്തുണ്ട്. അതിൻ്റെ ഒരാഴ്ച മുന്നാണ് ഇവരുടെ കൂടെയാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പം ഇവൻ്റെ അമ്മ തന്നെ പറഞ്ഞ് ഒരു 10 ദിവസം, ഏകദേശം ഒരു 10 ദിവസം മുന്നേ ഞങ്ങളോട് പറഞ്ഞു, ജെഫിൻ ദേ അപ്പൂന്ന് അവനെ വിളിക്കുന്നത്, അപ്പൂൻ്റെ കൂടെ ഉണ്ടടിയെന്ന്. അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പം ഇവനോട് ഇവർ പറഞ്ഞു, നിനക്ക് ഇവൻ ഇങ്ങനെ പഠിത്തം കഴിഞ്ഞ് ജോലി, എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന ജോലി മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു. അന്നേരം നീ പോരടാ, നിനക്ക് ജോലി മേടിച്ചു തരാം, നീ വീട്ടിൽ പറയരുതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ അടുത്ത് ഇവൻ ചെല്ലുന്നത്. അപ്പം അവരുടെ കൂടെ ജോലിക്ക് ചെന്നു എന്നുള്ളത് അവരുടെ വീട്ടിലെല്ലാം ആരോടും പറയരുത്. വീട്ടുകാരോടും നാട്ടുകാരോടും ആരോടും പറയണ്ട, നീ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ പണി മേടിച്ചു തരാമെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഇവനെ അവരുടെ കൂടെയിലേക്ക് വിളിക്കുന്നത്. നിതിൻ, സുബിനും ഉണ്ട്, നിതിൻ സുബിൻ, ഇവർ രണ്ടുപേരും വേണം. അപ്പൊ ഇവൻ അവരുടെ കൂടെ ചെന്ന് പണിയാൻ. അപ്പൊ ഇവൻ അവിടെ ചെന്നു. അത് ഞങ്ങൾ അറിയുന്നില്ല ഇവൻ ഇവരുടെ കൂടെയാന്നുള്ള വിവരം അറിയുന്നില്ല. ഇവൻ പറയുന്നില്ല നമ്മളോട്. അനിയനോട് പറഞ്ഞു, ഞാൻ ഇതിൻ്റെ കൂടെയാണെന്നാ, നീ പറയരുതെന്നും പറഞ്ഞു. അതിന് ഇവരുടെ കൂടെ 3-4 മാസം നിന്ന് കഴിഞ്ഞാണ് ഇവർ ഇങ്ങനെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല. ഇവരിവിടെ ഇങ്ങനെ ആയിരുന്നു. പക്ഷെ അങ്ങനെ എന്നാൽ ഇവിടെ ആയിരുന്ന സമയത്ത് വലിയ കൂട്ടിനൊന്നും അങ്ങനെ പോകാറില്ല. ഇവർ ഇതിൽ ഇങ്ങനെ ഡ്രഗ്സ് ഇവരുടെ ഇങ്ങനെ പള്ളിയുടെ താഴെ വെച്ച് ഈ പിള്ളേരെ പണ്ട് ഇങ്ങനെ പിടിച്ചതാണ് മയക്കുമരുന്നിന് ഇതിലൊരാളെ. കേസുണ്ടായിരുന്നു. എന്നിട്ട് ഇവരൊക്കെ കാശുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ ഊരി പോകുന്നു. എക്സൈസാന്ന് തോന്നുന്നു. ഇല്ല, അത് അവരിവിടുന്ന് പോകുന്നതിന് മുമ്പാ, ഒരു കൊറോണയുടെ ഒക്കെ ആ ടൈമിലാന്ന് മുന്നേ പിടിച്ച. അവരുടെ പേര് കേസും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവരുടെ വീട്ടിലൊരു വക്കീലുണ്ട്, ഒരു ക്രിമിനൽ കേസ് വക്കീല്. അപ്പം അങ്ങനെയൊക്കെ ഒരു കേസ് വന്നാൽ അവരത് ഊരിക്കൊണ്ടുപോകും. അപ്പം അങ്ങനെ ആ കൊച്ചിനെ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയതാ. അത് കഴിഞ്ഞ് ഇവർ അന്ന് മുതൽ ഇവിടെ നേരത്തെ മുതൽ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നമുക്ക് അറിയുകയും ചെയ്യാം.
ഇപ്പം ഇവരുടെ കൂടെ പോയി നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെയാണ് വിടിയില്ലായിരുന്നല്ലേ? വിടില്ല, ഞങ്ങൾ വിടില്ലായിരുന്നു. എന്നിട്ട് ഇവൻ പോയി അറിഞ്ഞില്ല, ഞങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ ഇവന്റെ അമ്മ എങ്ങനെയോ ബൈചാൻസിൽ അറിഞ്ഞാണ് എന്നോട് പറയുന്നത്, മിനി അപ്പൂൻ്റെ കൂടെയുണ്ട് ജെഫിനെ അവിടെ ചെന്ന്. പിന്നെ അപ്പൂന് ഭയങ്കര ഹാപ്പി ആടി, അവന് ഭയങ്കര സന്തോഷമാണ് ജെഫിനുള്ളത് കൊണ്ട്. എന്നിട്ട് എനിക്ക് ഫോണിൽ വിളിച്ച് ഈ അപ്പൂൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു. അന്നേരം അപ്പു എന്നോട് പറഞ്ഞു, ഇതേ ജെഫിന് ഇവിടെ ഉണ്ട് കൂട്ടാൻ മിനി ചേച്ചി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഇവന് എൻ്റെ ചൈൽഡ്ഹുഡല്ലേ ഇതേ ഈ കിടക്കണമെന്ന് പറഞ്ഞു. എൻ്റെ തലോടിയും കാണിച്ചതാണ് ഏകദേശം ഒരു 10 ദിവസം മുന്നേ. അത് കഴിഞ്ഞാണ് ഈ പ്രശ്നം. ഈ കൊച്ചിനെ അവർ കണ്ടമാനം ഉപദ്രവിച്ചത് മുറിയിലിട്ട് പൂട്ടി. ഇവർ 3-4 പേര് കൂടി എന്തൊക്കെയോ ഈ കൊച്ചിനെ ചെയ്തു. എന്താണെന്ന് അവനും ഓർമ്മയില്ല. കാരണം ഇത് അവിടെ വെച്ച് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മോനെ എല്ലാ ദിവസങ്ങളും ചേച്ചിനെ വിളിക്കാറുണ്ടായിരുന്നു? ഏതൊക്കെ സമയത്തായിരുന്നു വിളിച്ചോണ്ടിരുന്നത്? ഇവിടെ നമുക്ക് രാത്രി സമയമാകുമ്പം കണ്ടിന്യൂ ആയിട്ട് വിളിക്കാറുണ്ട്. ഏതെങ്കിലും ദിവസങ്ങളിൽ നിന്ന് പോയ ദിവസങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ അന്നേരം പറയാം, അമ്മ എനിക്ക് ഭയങ്കര പഠിക്കാനും ഉണ്ട്, ആ സമയത്ത് ജോലിയും ഉണ്ട്, അപ്പം ഞാൻ ഇടയ്ക്ക് വിളിക്കില്ല കേട്ടോ എന്ന് പറയും. എന്നാലും മിക്കവാറും തന്നെ എന്നും വിളിക്കും. ഉണ്ട്. അതെ 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 അവൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയും. എന്ത് കാര്യമാണ്. ഇപ്പം ഞാൻ അവൻ്റെ അടി കിട്ടണ ഒരു കേസ് കാണുന്നതിൽ പോലും ചെറുപ്പം മുതലേ അത് പറയും. 1 രൂപ വീട്ടിലിരുന്നാൽ അതിവിടെ അച്ഛൻ ഇങ്ങനെ പൈസ ടിന്നിലിട്ട് വെക്കും ഇവരുടെ ആവശ്യങ്ങൾക്ക്. വേറെ ആരോടും അങ്ങനെ അവർ പറയില്ല. ഇവൻ നോണേ അങ്ങനെ ഒരിക്കലും പറഞ്ഞ അതുപോലെ മദ്യപിക്കുകയോ അങ്ങനെയൊന്നും ഇവൻ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ അധികം അങ്ങനെ വലിയ കൂട്ടുകെട്ടുമില്ല. കൂട്ടുണ്ട്, അങ്ങനെ വലിയ കൂട്ടുകെട്ടിനും ഇതിനൊന്നും പോകുന്നതാണ്. കൂട്ടുകാരുണ്ട് ഇഷ്ടംപടി. അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ഓവറായിട്ടുള്ള കൂട്ടിനൊന്നും പോകാറില്ല. കൂടുതലും ഇതിന് പോകുന്നതിന് മുമ്പ് പള്ളിയിലായിരുന്നു കളിക്കാൻ പോകുന്ന, അച്ഛനും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ബന്ധങ്ങളായിരുന്നു. അല്ലാതെ വേറെ അങ്ങനെയൊന്നും കൂട്ടിനൊന്നും പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള അവസ്ഥകൾ എങ്ങനെയായിരിക്കും മോൻ്റെ? വന്നു കഴിഞ്ഞാൽ ഇവന് എല്ലാ കാര്യങ്ങളും ഇവനറിയാം. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അറിയാം. എയർപോർട്ടിൽ വെച്ച് ഇവൻ കയറി പോകുന്ന ഞങ്ങൾ ഈ പിള്ളേരെ തന്നെ ഇപ്പോൾ ഇവന് എയർപോർട്ടിൽ വെച്ച് ഇവൻ ടിക്കറ്റ് എടുത്തു. അമ്മ ഞാൻ പോരുമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. അവിടെ വന്നപ്പോൾ ടിക്കറ്റ് കൺഫേം ആയില്ല. അപ്പോൾ ഇവൻ്റെ പാസ്പോർട്ട് നോക്കിയപ്പം ടിക്കറ്റ് ഓക്കെ ആകാത്തതുകൊണ്ട് ഇവൻ അന്നേരം വിഷമമായപ്പോൾ ഇവൻ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി. അത് ഇവന് തന്നെ അറിയാം അവൻ എന്താ ചെയ്തതെന്ന്. അന്ന് ഈ മയക്കുമരുന്നിൻ്റെ ഇതിൽ അവനത് ചെയ്തു. അത് എന്നിട്ട് അവിടെ ഒരു മലയാളി ഒരു മാഡമായിരുന്നു ഈ വെരിഫിക്കേഷൻ നടത്താനിരുന്ന. ആ മാഡം പറഞ്ഞൊരു മലയാളി കൊച്ചാന്ന് പറഞ്ഞ് മലയാളി അസോസിയേഷൻ്റെ ആളെ അറിയിച്ച് ഇങ്ങനെ ഒരു കൊച്ചിന് എന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന്. അപ്പോൾ ഒരു ടോം എന്ന് പറഞ്ഞ ഒരു സാറാ ഉണ്ടായി. അവിടെ എന്തൊക്കെയോ എയർപോർട്ടിൽ വിഷയം ഉണ്ടായി. അന്നേരം ഒരു പോലീസുകാരെ അപ്പം ഞങ്ങളെ വിളിച്ചു, മലയാളി അസോസിയേഷൻകാർ ഞങ്ങളെ വിളിച്ചു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ കൊച്ചു പോന കാര്യം പറഞ്ഞായിരുന്നു. ഞങ്ങൾ പറഞ്ഞു പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചിന് ഇന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ മോനെ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആക്കുക, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ ആക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഹോസ്പിറ്റലിൽ ആക്കാൻ നേരത്ത് ഇവൻ്റെ 2 കൂട്ടുകാരെ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനെ ഉപദ്രവിച്ചതൊന്നും നമുക്ക് അന്ന് അറിയത്തില്ല. ഇവർ ഈ 2 പിള്ളേരും ഇവന് ഇതുമാത്രം ഉപദ്രവിച്ചൊന്നും അറിയില്ല. കൂട്ടുകാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടിക്കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പം ഞങ്ങൾ ഇവരെ വീണ്ടും വിളിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരുടെ വീട്ടിലും ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ജെഫിനെ ഇങ്ങനെ എയർപോർട്ടിൽ വെച്ച് ഇങ്ങനെ പ്രശ്നം ആശുപത്രി കൊണ്ടുപോയി ഇങ്ങനെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പോയി നമ്പർ പറഞ്ഞു. ഇവർ അങ്ങോട്ട് ഈ പിള്ളേരെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരവിടെ ചെന്നു. എന്നിട്ട് അവരും കൂടി അവർ ഹോസ്പിറ്റലിലാക്കാനൊക്കെ കൂടിയത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇവനെ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവൻ നോർമലായി. അപ്പം തന്നെ നമ്മളെ വിളിക്കുന്നു, അച്ചാച്ച എനിക്കിങ്ങനെ പറ്റി, ഞാനിങ്ങനെ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. എന്നെ ഇങ്ങനെ ചതിച്ചതാ അച്ചച്ച, എന്നെ ആ നിതിനാ ചതിച്ചത്. ഞാനിനി നിങ്ങളെ ഇവൻ ഒത്തിരി പേടിച്ചു പോയി. ഇവൻ ഓർക്കണേ ഇനി നമ്മളെ കാണില്ല, പോലീസുകാരാണ് പിടിച്ചിരിക്കുന്നത്, ഇനി നിങ്ങളെ കാണില്ല. അതുകൊണ്ട് അച്ചാച്ചൻ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം ചേട്ടൻ്റെ ഫോണിലേക്ക് റൂട്ട് മാപ്പ് സഹിതം കൊടുത്തു. ഇങ്ങനെ ഞാൻ ഇന്നടത്താണ് കിടക്കുന്നത്, ഇന്ന സ്ഥലത്താണ്, ഇന്ന ഹോസ്പിറ്റലാണ്, ഞാനിനി അമ്മേനെ നിങ്ങളെ ഒന്നും കാണുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് അച്ചാച്ചൻ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ ഫോണിൽ ഇപ്പോഴും അതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ നിതിൻ എന്ന് പറയുന്ന ഒറ്റ ഒരുത്തനെ എന്നെ ഇങ്ങനെ ആക്കിയത്, അച്ചാച്ചൻ ഞാൻ കാണില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട്. അപ്പം നമുക്കറിയാലോ, എന്നെ മെന്റലി ഒത്തിരി ടോർച്ചർ ചെയ്തത്. അപ്പം നമുക്കറിയാലോ വന്നപ്പോഴാണ് എൻ്റെ മെന്റലി അൺസ്റ്റേബിൾ ആയി പോയത്. ഇവരെ ഇങ്ങനെ ഒത്തിരി എന്നെ മെന്റലി എന്നെ ഒത്തിരി ടോർച്ചർ ചെയ്തായിരുന്നു. അപ്പം നമുക്കറിയാലോ. അപ്പം ചേട്ടാ കൊച്ചെന്നീ പേടിക്കണ്ട, ഞങ്ങൾ അറിഞ്ഞായിരുന്നു നിതിൻ ചേട്ടായും സുബിൻ ചേട്ടായും കേട്ടോ നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയ, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അവരങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ
പറഞ്ഞു നിൽക്കുന്ന അമ്മമാരെ വിശ്വസിക്കാൻ പറ്റില്ല. പറഞ്ഞിങ്ങനെ നമ്മൾ ഓരോ ചവിട്ടി നമുക്ക്. അപ്പം ഞങ്ങൾ ഇവരെന്നിട്ട് ആദ്യമൊക്കെ 1-2 ദിവസമൊക്കെ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നമ്മളെ വിളിക്കും. എന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞു അവർക്ക് തിരക്കാണ്, ഞങ്ങളെ നേരിട്ട് വിളിക്കേണ്ട, അവരുടെ വീടുകളിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് വലിയ അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും മറ്റേ ആ മലയാളി അസോസിയേഷൻ്റെ സാറുമായിട്ട്, ആ സാർ എപ്പോഴും രാവിലെയും പകലും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നു. അത് ടോം എന്നാ സാറിൻ്റെ പേര്. ടോം സാറ് ആ ടോം സാറ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും, അവനെ ഇനി ഇപ്പം കയറ്റി. അപ്പം ഞങ്ങളോട് തന്നെയല്ല, ഇതിൽ 2ാം പ്രതിയായിട്ടുള്ള സുബിൻ്റെ പപ്പയോടും കൂടി പറഞ്ഞ് അവനെ കയറ്റി വിടും. അപ്പോൾ അവന് സുബിൻ്റെ പപ്പ പറഞ്ഞു ഇത്ര പ്രശ്നം ഉണ്ടായതല്ലേ, കാരണന്മാർക്ക് അവനെ ഒന്ന് കാണണ്ടേ, അപ്പോൾ കയറ്റി വിടുവല്ലേ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട, അവനിനി പഠിത്തം കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞാൽ ഞങ്ങൾ കയറ്റി വിടും, ഞങ്ങൾ അവനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളി ഇവൻ്റെ ആ ടോം എന്ന് പറഞ്ഞ സാറ് മലയാളി അസോസിയേഷൻ്റെ ആള്. അപ്പം ആ പുള്ളി എല്ലാ കാര്യവും ഇവൻ്റെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം ആശുപത്രി കിടന്നത്. ഇവൻ്റെ പ്രോപ്പർ സ്ഥലം നവാസ്കോഷ്യ അവിടെയാ. അപ്പം ഈ 4 ദിവസം കഴിഞ്ഞപ്പം സിഡ്നി. അപ്പം ഈ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ പഠിക്കുന്നിടത്താണ് ഇവൻ്റെ ശരിക്കുമുള്ള സ്ഥലം. അങ്ങോട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. അപ്പോൾ അവിടെ ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അവൻ്റെ കോളേജിലും അറിയിച്ചിട്ട് ഇവർ ഹാലിഫാക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അതായത് ഒരു 400-500 കിലോമീറ്റർ ഇപ്പുറമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാനിരുന്നപ്പോൾ ഈ സാറ് പോയി കാര്യങ്ങൾ ചെയ്യാനിരുന്നപ്പോഴാണ് ഒരു മലയാളിയായിട്ടുള്ള ഒരു 10-18 വയസ്സുള്ളൊരു കൊച്ചു മരിച്ചു. അപ്പോൾ പുള്ളി ആ കാര്യത്തിന് വേണ്ടി മാറി ഇവരെ ഏൽപ്പിച്ചു, നിങ്ങൾ ജെഫിൻ്റെ കോളേജിലും പറഞ്ഞാൽ ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ജെഫിനെ കൊണ്ടുപോരാൻ പറഞ്ഞു. അവിടെ നവാസ്കോഷ്യയിൽ പോയി. അപ്പോൾ ഇവനെ അവിടുന്ന് കൊണ്ടുവരാൻ ഇവർ പോയിട്ട് ഇവർ കോളേജിലും അറിയത്തില്ല, ഒന്നുമില്ല. ഇവനെ അവിടുന്ന് കാലിഫാക്സിൽ കൊണ്ടുപോയിട്ട് ഈ പുള്ളി അറിയാതെ ഇവനെ കയറ്റി വിട്ടു. അപ്പം ഞങ്ങൾ അന്നേരവും പറയുന്നുണ്ട് സാറുമായിട്ട് ആലോചിച്ചേ ചെയ്യാവുള്ളൂ, സാറുമായിട്ട് ചോദിക്കുന്നു. പക്ഷേ അവരുടെ ആവശ്യം ഇവനെ അവിടുന്ന് ഇല്ല ആക്കുക. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒഴിവാക്കുക. എന്നിട്ട് ഇവരുടെ വീട്ടുകാരെ കൊണ്ട് ഞങ്ങളോട് പറയിച്ചു, ഇവൻ ചെല്ലുമ്പോൾ മുതൽ ഇവൻ മാനസിക രോഗി, അവന് മാനസിക രോഗമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞ, ഇവൻ മാനസിക രോഗമുണ്ട്, ചെല്ലുമ്പോൾ മുതൽ ഇവന് മാനസിക രോഗിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇപ്പം ഒരു അസുഖം മനുഷ്യന് എപ്പോഴും വരാമല്ലോ, അപ്പം നമ്മളിങ്ങനെ അപ്പം അങ്ങനെയാണോ എന്ന്, അപ്പം അങ്ങനെ വരാനുള്ള കാരണം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ കൊച്ചിനെ അങ്ങനെ ചെന്നപ്പോൾ എന്തെങ്കിലും കാരണങ്ങളോ ഉണ്ടായതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ ചോദിക്കുന്നു, ഡോക്ടറെ എങ്ങനെ ഇവനെ കണ്ടതേ ഡോക്ടേഴ്സിന് അറിയാമല്ലോ ഇവന് ഈ മാനസിക പ്രശ്നമില്ല, മയക്കുമരുന്നാന്ന്, നമ്മളിത് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ഡോക്ടറോട് ഞാൻ ചോദിക്കുക, ഡോക്ടറെ ഇവന് ഈ മാനസിക രോഗം വരാൻ കാരണം എന്നാന്ന്. ഡോക്ടറെ നീ വഴക്കുണ്ടാക്കി. ഇവന് മാനസിക രോഗമാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവന് ഇതുപോലെ മയക്കുമരുന്ന് കൊടുത്ത 4 കൂട്ടം മയക്കുമരുന്നാണ് കൊടുത്തിരിക്കുന്നത്. 4 കൂട്ടത്തിൽ ഒരു മരുന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവന് എല്ലാം അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അത് അവർ പറയുന്നത് ഇപ്പം പോലീസ് കേസാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരായാലും ഡോക്യുമെന്റ്സ് ആശുപത്രിയിൽ നിന്ന് അവർ തരും. അന്നേരം പറയുകയാണ്, കൊച്ചിന് മാനസികം ഉണ്ടെന്ന് ആരാ പറഞ്ഞ? അങ്ങനെ ഒരു സംഭവമില്ല, കൊച്ചിനിങ്ങനെ മയക്കുമരുന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഇവനെ ഒന്നെങ്കിൽ മാനസിക രോഗിയാക്കി തീർക്കാനുള്ള മരുന്നാണ് ഇവന് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവനെ പേടിപ്പിക്കുകയും ചെയ്തു. കണ്ട മാനുവിന് പേടിയുണ്ട് പറ്റി. കാരണം നമ്മളിങ്ങനെ മയക്കുമരുന്ന് കണ്ടിട്ടില്ല, ഇത് ഉപയോഗിച്ചവരെയും നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഈ സാധനം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇതേപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പം ഈ ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളിപ്പം പോലീസ് സ്റ്റേഷന് DSPയുടെ അവിടെ ഇൻവെസ്റ്റിഗേഷന് ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പം അന്നേരം പറയുകയാണ്, മയക്കുമരുന്ന് അടിച്ചാൽ ഇങ്ങനെ ഓരോരോ വിഷ്വൽസ് കാണും. അപ്പം ഇവനും അങ്ങനെ വിഷ്വൽസായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പ്രേതങ്ങൾ വന്നു, ഓരോരുത്തർ കൊല്ലം, ഇങ്ങനെ ഓരോ വിഷ്വൽസാണ് ഇവനും കണ്ടുകൊണ്ടിരുന്നത്. അതൊന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഒന്ന് അങ്ങനെയല്ലേ, ഈ കൊച്ചിന് കണ്ടമാനം മയക്കുമരുന്ന് ഈ കൊച്ചിൻ്റെ ഉള്ളിൽ ചെന്നതാണ് ഇപ്പം കൊച്ചിന് പ്രശ്നമായെന്ന്. എന്നിട്ട് എന്നിട്ട് പിന്നീട് ഇവരെ വിളിച്ച് ഓരോ വിവരങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇത് അറിഞ്ഞെങ്കിലും നമ്മൾ വഴക്ക് കൂടാനായിട്ട് പോയില്ല. കാരണം ഇവൻ ഓക്കെ ആയെങ്കിൽ നമ്മൾ കയറ്റി വിടണമല്ലോ. അപ്പം ഇവരുടെയൊക്കെ സഹായം നമുക്ക് വേണമല്ലോ. അപ്പം അറിഞ്ഞെങ്കിലും
നമ്മളൊന്നിനും പോയില്ല. അപ്പം നമ്മൾ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ജെഫിനെ കയറ്റി വിടട്ടെ, എന്നിട്ട് നിങ്ങൾ നോക്കുമോ? അന്നേരം ഇവർ നമ്മളോട് പറയും വേണ്ട, അവനെ ഇനി കയറ്റി വിടണ്ട, അവനെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് പൈസ കിട്ടില്ല. അന്നേരം ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ഞാൻ വിളിച്ചു അവരെ കുറ്റപ്പെടുത്തി അല്ലാതെ. അന്നേരവും ഇവരുടെ ഓരോ വായിന്ന് ചാടുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലായിരുന്നു നമ്മളോട് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. കൊച്ചിനെ ഞങ്ങളിതെല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ചാനലിൽ കൊടുത്തില്ലേ, ആ ചാനലിൽ കൊടുത്ത സമയത്ത് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഞാൻ പേപ്പറിൽ എഴുതി ഇവർക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങളിങ്ങനെ ചാനലിൽ കൊടുക്കുവാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ എന്ന് ചോദിച്ചിട്ട് അവർക്ക് അതിന് മറുപടി അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഇതെല്ലാം പിള്ളേർക്കറിയാം, അവരും സൈലൻറ്റും. പക്ഷെ കാരണവന്മാരാണ് പറഞ്ഞത് എൻ്റെ മക്കൾ ചെയ്തിട്ടില്ല, അത് നുണയാന്ന്. കാഴ്ചയിൽ മോൻ ബെറ്റർ ആയി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ അനുമാനിക്കാൻ മേലെ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നോ പ്രതീക്ഷിക്കാം അല്ലേ? മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ട്? മെഡിസിൻ ഉണ്ട്, ആയുർവേദം കഴിക്കുന്നത്. ഓക്കെ ആയെന്നാണോ ഡോക്ടർ പറഞ്ഞത്? ഓക്കെ ആയി വരുന്നു അല്ലേ? ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? 2 വർഷം. 2 വർഷമായല്ലേ? ഇപ്പോൾ ഇത്ര 2 വർഷം വേണ്ടി വന്നു അല്ലേ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനായിട്ട്? ഞാൻ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവന്റെ മനസ്സിൽ നിന്ന് അതിപ്പോഴും മായുന്നില്ല. അതിജീവനാണ്. അതുപോലെ ഇവന്റെ മനസ്സിൽ ഏറ്റവും ഇങ്ങനെ മായാതെ കിടക്കുന്ന ജീവനെ ഉപദ്രവിച്ച് ആ രാത്രി ഇപ്പം ഈ നിതിൻ പറഞ്ഞു, നീ വലിയ തുകയ്ക്ക് പോലീസ് എടുത്തോ, നിന്നെ ഇനി നാട് കാണിക്കില്ല, തീർക്കാൻ പോവാന്ന് പറഞ്ഞാണ് ഇവന് മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന വേഡ്സ്. അങ്ങനെ പറഞ്ഞു. നിതിന്ന് പറഞ്ഞാൽ അവൻ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു. അതാണ് അവൻ ഏറ്റവും കൂടുതൽ. അതും എന്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞതും കൊല്ലുമെന്ന് പറഞ്ഞതും. അതെ അതെ അതെ. അമ്മരെല്ലാം അത് കഴിഞ്ഞ് ഒരുമിച്ച് നിന്ന് എനിക്കിട്ട് പണി തരുവായിരുന്നു. ഇവര് തന്നെ പറഞ്ഞു, ഫോൺ വിളിച്ച് ഇവനിങ്ങനെ എന്നെ പെടുത്തിന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ പറഞ്ഞു, നീ എടുത്തു വെച്ചോന്ന് എന്നോട് പറഞ്ഞു. 2 കാരണങ്ങൾ കൊണ്ടാണ് ഉപദ്രവിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒന്ന്, ഇവൻ കൊച്ചി വിളിച്ച് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നിതിൻ എന്നെ വിളിക്കുന്നു, മിനി ചേച്ചി അവൻ ഇവിടുന്ന് പോകുക എന്നാ പറഞ്ഞ. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് വഴക്കുകൂടിയെന്ന് ഇവൻ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇവൻ എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ കാണിക്കാൻ പറഞ്ഞപ്പം ഇവനെ കൊല്ലൂന്നും പറഞ്ഞു വഴക്കുണ്ടാക്കിയതാണ് ഇവൻ ഇറങ്ങിപ്പോയത്. അന്നേരം അതിനു മുമ്പ് ഇവനോട് വഴക്ക് കൂടാൻ ഒരു ചെറിയ കാരണം കൂടെയുണ്ട്. അതിന് ഞങ്ങൾ ഇവനെ വഴക്ക് പറഞ്ഞു. ഇവനോട് ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നപ്പം നിനക്കിനി പഠിക്കുന്നതിന് കാശൊക്കെ ആയോടാ എന്നൊക്കെ ഇവൻ ക്ഷേമം അന്വേഷിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, നീ നിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി, എൻ്റെ കാര്യം അന്വേഷിക്കണ്ടെന്ന്. അത് ഞാൻ ചോദിച്ചു, നീ അവരുടെ കൂടെ താമസിക്കും, നീ എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അമ്മ ഞാൻ എന്ത് ചെയ്താലും എനിക്കിട്ട് ഇവർ പാര വയ്ക്കും, അതുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് ഇവൻ പറയുന്നുണ്ട്. അമ്മയുടെ അടുത്ത് തന്നെ മോനെ അകത്താനായിട്ടുള്ള തന്ത്രങ്ങൾ ഇവരുടെ പ്രയോഗിച്ചെന്ന് ഈ മോൻ പറഞ്ഞു ഞങ്ങളോട്. എനിക്ക് ആ വീഡിയോ കിട്ടണം. ഞാനത് അവൻ കല്യാണത്തിന് അടുത്ത ദിവസം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ കല്യാണം കഴിച്ചോട്ടെ, അത് നമുക്ക് വിഷയമില്ല. ആ വീഡിയോ അവൻ ഇനി ഉപയോഗിക്കരുത്. എന്റെ സെക്സ് വീഡിയോ, ഞാൻ സെക്സ് വീഡിയോ അവന് അയച്ചു കൊടുക്കുന്ന പറഞ്ഞ, അത് എന്റെ ഫോണും പരിശോധിക്കണം. അങ്ങനെയാണ് ഇവനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എടുത്തു ചോദിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചേച്ചി പറഞ്ഞ കാരണമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനൊരു കാര്യങ്ങൾ ഈ മോനെ പറഞ്ഞ് സ്വന്തം അമ്മയെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ചിലപ്പോൾ ഈ ഇൻഷുറൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് മെയിൻ ഘടകം. ഈ ഇൻഷുറൻസ് എടുത്തിട്ട് മോനെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പിപ്പെടുത്തിയിട്ട് അതിൻ്റെ അകത്ത് നോമിനി വെച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ മതിയല്ലോ. എന്നെ ഒത്തിരി എന്നെ മെന്റലി അവർ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തായിരുന്നു. അതെ അല്ലേ ചേച്ചി? ഇതിനെ സംബന്ധിച്ച് കേസ് കൊടുത്തായിരുന്നോ? എത്ര എടുത്ത് കൊടുത്തു നമ്മൾ. DSPക്ക്, IG കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. 6 അടുത്ത് കൊടുത്ത പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നുമില്ല. കാനഡയിൽ നടന്ന കേസല്ലേ എന്നാ ചോദിക്കുന്നത്. ഇത് ഡീൻ കുര്യാക്കോസ് സാറ്, MP ഡീൻ കുര്യാക്കോസ് സാറ് മുഖേന നമ്മൾ അവിടെ കാനഡ എംബസി മുഖേനയൊക്കെ നമ്മൾ അയച്ചു. അതിലൊരു പകുതി ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ ആയൊന്നും പുള്ളി അതിൽ സാമട്ടാക്കി. ഇവരിടപെട്ട് കാണും, അതുകൊണ്ടായിരിക്കും പുള്ളി പിൻവലിഞ്ഞത്. അതായത് നമ്മൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ച ആൾക്കാരെല്ലാം കൈമലർത്തി നമ്മളെ ഒഴിവാക്കി അല്ലേ? കേസ് എടുത്തിട്ട് നിലവിൽ ചാർജ് ചെയ്തില്ല. വളരെ ദയനീയം എന്നല്ലാതെ വേറെ ഇതിനൊന്നും പറയാനില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ട്രാപ്പായത്. ഒട്ടും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മേലധികാരികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു അതിജീവിതനാണ് ഈ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. ഇവൻ്റെ അവസ്ഥകളാണ് ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ നിങ്ങളോടായിട്ട് പറയുന്നത്. കാരണം ഇങ്ങനൊരു അവസ്ഥ ഈ കേരളത്തിലെ
ഒരു കുട്ടികൾക്കുണ്ടായില്ല. കേരളത്തിൽ നിന്ന് വളരെ പ്രതീക്ഷ അർപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലേക്ക് ജോലിക്ക് പോകുന്ന വളരെയധികം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കാരണവന്മാർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും മനസ്സിലാക്കുക. ഒരു ജീവൻ മരണ പോരാട്ടം നടത്തി സ്വന്തം നാട്ടിലേക്ക് തന്നെ അമ്മേനെയും അപ്പനെയും കാണാനായിട്ട് ഒരു ഭാഗ്യം സിദ്ധിച്ചൊരു മോനാണ്. ഇങ്ങനെ തിരിച്ചു വരുന്നത് തന്നെ ഈ മോനും ഉറപ്പില്ലായിരുന്നു, കിട്ടുന്ന ഈ അമ്മയ്ക്കും ഉറപ്പില്ലായിരുന്നു, ഈ പിതാവിനും ഉറപ്പില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവൻ ഇങ്ങനെ പോരുന്നു, ഇവന് അവരുടെ അടുത്തുനിന്ന് വന്ന് കോളേജിൻ്റെ അടുത്ത് താമസിച്ചെന്ന് പറഞ്ഞില്ലേ, കുറച്ച് നാൾ പിന്നെ ഇവൻ ആശുപത്രിയിൽ നിന്ന് വന്ന് അവിടെ കുറേ നാൾ അവിടെ തങ്ങി. അത് കഴിഞ്ഞ് ആ സമയത്ത് പിന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ കൂടെ പോയി വീണ്ടും താമസിക്കാൻ വന്നപ്പോൾ അവൻ പ്രോട്ടീൻ പൗഡറാണെന്ന് പറഞ്ഞ് ഇവന് കൊടുത്തിരുന്നു. ആ പ്രോട്ടീൻ പൗഡറിലാണ് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതെന്നാണ് ഞങ്ങളുടെ സംശയം. അവനത് ഒത്തിരി കഴിച്ചു. അതിനകത്ത് മിക്സ് ചെയ്യാമെന്നാണ് ഡോക്ടറും പറഞ്ഞിരിക്കുന്നത്. അല്ല, അവിടെ വന്ന് ഇവൻ കാലിഫാക്സിൽ നിന്ന് വന്ന് ഇവരുടെ കൂടെ നിന്ന് വഴക്ക് കൂടി കോളേജിൻ്റെ അടുത്ത് വന്ന് താമസിച്ചല്ലോ. ആ സമയത്ത് അവൻ വന്നിട്ട്, ആ വ്യക്തി വന്നിട്ടുണ്ട് സുഖമില്ലാതെ, അവൻ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. താമസം എടുക്കും, 2-3 വർഷമൊക്കെ പിടിക്കുമായിരിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞില്ല. ആദ്യം നമ്മൾ കാനഡയിലെ ഡോക്ടർ 6 മാസത്തെ മരുന്നെന്ന് പറഞ്ഞ്, ഇവിടെ വന്നപ്പോൾ 1 വർഷം എന്നാ പറഞ്ഞു. ഇപ്പോൾ 1 വർഷമല്ല 2 വർഷമായി. പിന്നെ ഇവൻ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്ന് പെട്ടെന്ന് ഒരു പേടി ഇവനുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ടും കഴിക്കുക, എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ മോനെ? അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഇവന്മാര് വീട്ടിൽ ചെലുത്താനായിട്ട് വരുമോ മോന്റെ അടുത്ത്? അല്ല, അവരെ നിൽക്കുന്നിടത്തേക്ക് പോകണില്ല, വേറെ സ്ഥലത്തേക്ക് പോകണം. ഞങ്ങളുടെ ഉദ്ദേശം എന്തെങ്കിലും ഈ മോനെ ഞങ്ങള് തിരിച്ച് അങ്ങോട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു വിടുവാണ്. ഈ മോന്റെ പേർക്ക് എന്തെങ്കിലും, ഞങ്ങൾ ഈ മോനെ ആഴ്ചയിൽ വിളിച്ച് അന്വേഷിക്കും, അതുപോലെ ഈ അമ്മേനെ വിളിച്ച് അന്വേഷിക്കും. എന്തെങ്കിലും ഈ മോൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഈ മോനെ ഉപദ്രവിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞങ്ങളുണ്ടല്ലോ, ഈ മോന് പോകുന്ന സമയത്ത് ഇവിടുന്ന് ഈ പിള്ളേർ പോയ സമയത്ത് ഇവൻ പറഞ്ഞാൽ അമ്മ എനിക്കും പോകണം, അതുകൊണ്ട് എനിക്കും കാനഡയ്ക്ക് പോകണം എന്ന് ഇവൻ പറഞ്ഞായിരുന്നു. ഇവനൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേട്ടെ, അങ്ങനെ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല ജെഫിന്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. 8 വർഷമായിട്ട് ഞാൻ അമൃതയിലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അച്ഛൻ ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് സ്ട്രെങ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്ന, അങ്ങനെ ഒരു നല്ലൊരു പൈസ മുടക്കി ചേട്ടനും ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്താണ് ഇവനിങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞേട്ടാ ജെഫിന്, എൻ്റെ കാര്യത്തിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഡോക്ടർ ഉറപ്പ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കൊരു ജോലിയുണ്ട്, എന്നാൽ ഈ മരുന്ന് നല്ല രീതിയിലൊരു മരുന്ന്, എനിക്ക് റേഡിയേഷൻ കീമോ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെടാ, ഞാൻ അത് മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം കൂടുമ്പോൾ നമ്മൾ മരുന്ന് ഡോക്ടറെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞേട്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നറിഞ്ഞപ്പം ഞാൻ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം വെച്ചും, ഞങ്ങൾക്ക് സർക്കാർ ജീവനക്കാർക്ക് ലോൺ കിട്ടുമല്ലോ ബാങ്കുകളിൽ നിന്ന്, അങ്ങനെ ലോൺ എടുത്തും പലരോടായിട്ട് കടം മേടിച്ചുമാണ് ഞങ്ങൾ ഈ കൊച്ചിനെ വിട്ടത്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇവനെ വിട്ടതിന് ശേഷം ഒത്തിരിയും കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് പണമില്ലാത്തതിൻ്റെ പേരിലായി ഞങ്ങളിങ്ങനെ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ വീട്. ഇപ്പം ഈ കടങ്ങൾ വീട്ടണമെങ്കിൽ കൊച്ചിനി പോകണം. ഇപ്പം ഉടനെ തന്നെ നമുക്ക് വീടിന് ജപ്തി വരാം. പോകാനായിട്ട് തന്നെ തീരുമാനിച്ചില്ല മോനെ? പോണെങ്കിൽ ഇനി ഒരു 15 ലക്ഷം രൂപ ഇല്ലാതെ പോകാൻ പറ്റില്ല. അതിനുള്ള ഫണ്ടുണ്ടോ കയ്യില്? എങ്ങനെ, എവിടുന്ന്? കുറച്ചൊക്കെ ഉണ്ട്. അവര് അന്ന് ഇവനെ ചികിത്സിക്കാൻ വേണ്ടി തന്ന പൈസ ഞങ്ങൾ വിനിയോഗിച്ചില്ല. ഒരു കുറച്ച് പൈസ തന്നതാ, അത് ഞങ്ങൾ ഇവിടെ ഇവനിതായിട്ട് തന്ന പൈസ അത് നമ്മുടെ കയ്യിലുണ്ട്, അതേ ഉള്ളൂ. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായ കാരണമാണ്. പക്ഷെ ആ വ്യക്തിനെ നമ്മൾ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പം ആ മലയാളി അസോസിയേഷൻ്റെ വ്യക്തിനെ ഇവർ പറഞ്ഞു പറ്റിച്ചു. ഇവന് ആ പുള്ളിയോട് പറഞ്ഞു ഇവൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല, ഇവന് പെണ്ണുകേസും ക്രിമിനൽ കേസുമായിട്ട് നടക്കുന്നവനാണ്. അല്ല, അതൊന്നും ഞങ്ങൾക്ക് തെളിയിച്ചു തന്നാൽ കൊള്ളാം. ചൈതന്യമുള്ള മോന്, അവന് ദൈവം പ്രസാദിച്ചിട്ടുണ്ട് അവന്റെ മുഖത്ത്. അതാണല്ലോ അവന് ദൈവം ഇവിടെ കൊണ്ട് വിട്ടത്. ഈ അമ്മയുടെ അപ്പന്റെ അടുത്ത് വന്ന് കാര്യം തുറന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പുള്ളീനെ അവർ ധരിപ്പിച്ച് വെച്ചേക്കണത്. പുള്ളീനെ പിന്നീട് ധരിപ്പിച്ച് വെച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കരുത്, കേസ് കൊടുത്താൽ ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പുള്ളീനെ കൊണ്ട് പറയിച്ചു. അല്ല, അവർ ഈ വീഡിയോ, മോന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഈ വീഡിയോ എന്താണ്? ആ വീഡിയോ ആദ്യം നമ്മൾ ചെയ്ത വീഡിയോ പുള്ളി കണ്ടുകൊണ്ട് കഴിഞ്ഞപ്പം ആ പുള്ളിക്കാരത്തിനെ വിളിച്ചു. അന്നേരം പുള്ളിക്കാരത്തി വിളിച്ചപ്പോൾ തന്നെ കൊച്ചി ചോദിച്ചു ഇന്ന സാറല്ലേന്ന് ചോദിച്ചു. അന്നേരത്തെയും പുള്ളി വേഗം ഫോൺ കട്ട് ചെയ്തു. ആ സാറ് എന്താണ് ഈ വീഡിയോ കാണുമ്പോൾ സാറിന് സത്യാവസ്ഥ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം മോനെ ഒത്തിരി കാര്യങ്ങൾ ചേട്ടായി ചോദിച്ചില്ലേ, ബുദ്ധിമുട്ടായി ചോദിച്ചത്. കാരണം ജനങ്ങൾ അറിയണം.
ഇതുപോലെ ട്രോമയിൽ കൂടെയാണ് ഈ മോൻ കടന്നു പോയെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അത് കാരണം മോനോട് അത്രയും കാര്യങ്ങൾ വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോ ആണ്, അത്രയും കാര്യങ്ങൾ ചോദിച്ചു പോയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാവുള്ളൂ. കാരണം കേസായതാണല്ലോ, കേസായി ചേച്ചി മുട്ടാത്ത മാതിരികളില്ല. എന്താണെങ്കിലും മോൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചേട്ടായി നമ്പറുണ്ട്, ആ നമ്പറിൽ മോൻ വിളിക്കണം. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. എവിടെയാണ് ലോകത്ത് എവിടെയാണെങ്കിലും പോയി മോനൊരു ബുദ്ധിമുട്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് സഹായിക്കാനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അല്ല സിജി, നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടത്. തീർച്ചയായിട്ടും. അതിലെ ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ നിതിൻ തോമസ് പാലത്തിങ്കൽ, നമ്മുടെ തൊട്ട് മുറ്റത്തുള്ളതാണ്. രണ്ടാം പ്രതി എന്ന് പറഞ്ഞാൽ സുബിൻ ജോസ് പാണനാൽ അല്ല, രണ്ടാം പ്രതി സുബിൻ ജോസ് പാണനാൽ, അത് മാരീഡാ. മൂന്നാം പ്രതി അമൽ ജോസഫ്, അത് ഇവിടുന്ന് ഒരു ശകലം ദൂരമുള്ളൂ. രണ്ടാം പ്രതി സുബിൻ ജോസ് പാണന, മൂന്നാം പ്രതി അമൽ ജോസഫ് കുളങ്ങരത്തൊട്ടിയില്. അത് നമ്മുടെ ഈ കവലയിൽ തന്നെ. ഈ 3 വീടും അടുത്ത് തന്നെയാ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളവരാ. രണ്ടുപേരും മാരീഡാ. അവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. അല്ല, മൂന്നാമത്തെ ആള് വന്നിട്ട് പോകാൻ പറ്റിയിട്ടില്ല. 2 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, എന്തോ സുഖമില്ലാതെ. അത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് അത് തന്നെ, അത് ഉപയോഗിച്ചത് മൂലമുള്ള അസുഖം. കൃത്യമായിട്ട് നമ്മളോട് അസുഖം എന്നാന്ന് പറഞ്ഞില്ല. നമ്മള് പൊതുജനം ഇല്ല 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, കുട്ടികളില്ല. കല്യാണം കഴിച്ച ഉടനെ തന്നെ പുള്ളിക്ക് പോകാൻ പറ്റിയിട്ടില്ല അസുഖമായിട്ട്. അതുപോലെ IELTS എഴുതി കാനഡയ്ക്ക് പോകാൻ ശ്രമിച്ച പിള്ളേർക്ക് പോകാൻ പറ്റാതെ വന്ന ആ പിള്ളേരാണ്. ആ പിള്ളേരുടെ കൂടെ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരും കൂടെ ചേർന്നാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത്. ഈ നിതിനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് ഈ നാട്ടിലുള്ള പിള്ളേരുടെ പ്രേരണ മൂലമാണ്. അവൻ നമ്മളോട് നേരിട്ട് പറഞ്ഞു. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെല്ലാം ഈ പിള്ളേരെ നന്നായിട്ട് അറിയാൻ, നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ അച്ഛൻ പെട്ടെന്ന് തന്നെ സ്ഥലം മാറിപ്പോയി. എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. ആ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാം. അച്ഛനാണ് കാനഡയിലേക്ക് വിളിച്ചു ചോദിച്ച എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പെട്ടെന്ന് അച്ഛൻ സ്ഥലം മാറിപ്പോയി. എന്തോ പിന്നെ നമ്മള് എറണാകുളത്ത് ഏജൻസിയില് ഫെയർ ഫ്യൂച്ചർ, അവരുടെ അടുത്ത് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് അവരിൽ നിന്നും നമുക്കൊരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇത്രയും 2ാമത്തെ സെമ്മിന്റെ ഫീസ് വരെ അടച്ചിട്ടതായി കൊച്ച്. കാനഡയിൽ വെച്ച് ഈ മോന് ഭക്ഷണത്തിൽ കൊടുത്തതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായേക്കണത്. അതുപോലെ ഐസ്ക്രീമിലോ അല്ലെങ്കിൽ ഈ കൂൾ ഡ്രിങ്ക്സിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ കൊച്ചിന് കൊടുത്തിരിക്കുന്നത്. ആദ്യം മുതലേ ഇത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കൊച്ചിന് അങ്ങനെയൊന്നും, ഈ അമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ കൊച്ച് അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കേണ്ട ആളല്ല. ആ സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അങ്ങനെയാണ് ആ കൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അതിന് ശേഷം ഈ കൊച്ചിന് പേടി അനുഭവപ്പെട്ടതൊക്കെ ഇത് കൊടുത്തതിൻ്റെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇവർ ഞങ്ങളോട് പറഞ്ഞാൽ ഇവന് മാനസിക രോഗം. ഞങ്ങൾ ആദ്യം അത് വിശ്വസിച്ചു. പക്ഷേ ഇവരുടെ വീട്ടുകാരാണ് പറഞ്ഞ മാനസിക രോഗമാണെന്നുള്ളത് വിവരം. ഒരു വ്യക്തിക്ക് പോലും അങ്ങനെ ഒരു അസുഖം ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ധരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തത് എങ്ങനെ ഈ കൊച്ചിനിങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾ ഓർത്തു. അപ്പം ഞങ്ങൾക്ക് മയക്കുമരുന്നിൻ്റെ ഒരു ചിന്ത പോലും ഞങ്ങൾക്ക് വന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നീട് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എൻ്റെ മോനെ പറ്റി ആണെങ്കിൽ ഒരു മനുഷ്യനോടൊരു വഴക്കിനോ, ഞങ്ങൾ വീട്ടിൽ ചേട്ടനും അനിയനുമായിട്ട് എന്തെങ്കിലുമൊക്കെ വഴക്ക് കൂടാറുന്നല്ല. അവന് പുറത്തിറങ്ങിയ ഒരു മനുഷ്യനോടോ ഒരു വഴക്കോ ഒരു തമ്മിത്തല്ലോ ഒന്നും അവനില്ലാത്ത. ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഈ കാലം അത്രയും പഠിച്ച് ഉന്നത വിജയം നേടണമെന്ന് ഏറെ പ്രതീക്ഷയായിട്ട് ഈ നാട്ടിൽ നിന്ന് പോയതാണ്. ഏറെ കടമൊക്കെ എടുത്താണ് പോയത്. പക്ഷേ അവന് എന്ത് വേണ്ടു, നല്ല കൂട്ടുകാരെ കിട്ടിയില്ല. കൂട്ടുകാർ മോനെ ചതിക്കുകയാണ് ചെയ്തത്. മുല്ലപ്പൂമ്പിടി ഏറ്റു കിടക്കും കല്ലിനോ മുണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ സൗരഭ്യം ഇല്ലാത്ത മുല്ലയുടെ അടുത്താണ് മോൻ പോയി ചെന്ന് പെട്ടത്. കാരണം ഇതൊരു വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ കേരളത്തിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെയധികം കുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ല. ഒരു അതിജീവിതനായി പോയി. പക്ഷേ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെയധികം ആൾക്കാർ ഏറെ പ്രതീക്ഷിതമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി നല്ല രീതിയിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ മോന് വീണ്ടും കാനഡയ്ക്ക് പോകാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഈ മോനെ ഉപദ്രവിക്കാനായിട്ട് വന്ന ആൾക്കാരോടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ മോശമായിപ്പോയി എന്നല്ല, വേറെ ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾക്ക് ഇതിന് ഒരു ആൻസർ പറയാനില്ല. കാരണം ഈ മോനിൽ നിന്നും ഇത്രയും നീണ്ട കാര്യങ്ങൾ, ഈ മോനോട് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാനായിട്ട് തന്നെയാണ്. അതാണ് ഇത്രയും ചോദ്യങ്ങൾ ഈ മോൻ്റെ മുമ്പിൽ ഞങ്ങൾ എടുത്തിട്ടത്. എന്താണെങ്കിലും പ്രിയരെ, ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹാർഡ് ഫാമർ ആൻഡ് ഡിക് ന്യൂസ് കേരള.